നമസ്കാരം. നമ്മളോട് ഇപ്പോൾ നിന്നുള്ളത് KSUവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മിബ ജോളിയാണ്. സ്വാഗതം. ഇപ്പോൾ വർഷങ്ങൾക്കിപ്പുറം KSU പല കോളേജുകളിലും അവരുടെ അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. അത് KSU ഒരു സൈഡിൽ ഒരു വിജയമായി കണക്കാക്കുന്ന സാഹചര്യത്തിൽ മറു സൈഡിൽ കഴിഞ്ഞ ദിവസം കണ്ണൂർ സർവകലാശാല SFIയുടെ അക്രമ രാഷ്ട്രീയം, അപ്പോൾ പരാജയം ഭയന്ന് വീണ്ടും അവരൊരു അക്രമ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നില്ലേ? അവര് വീണ്ടും എന്ന് പറയുന്നതിൽ പ്രസക്തിയില്ല. അവർ കാലങ്ങളായി ഈ സംഘടന നിലവിൽ വന്ന വർഷങ്ങൾ തുടങ്ങി, നിലകൊണ്ട നാളിൽ തുടങ്ങി ഈ നിമിഷം വരെ SFIയുടെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത് അക്രമം തന്നെയാണ്. അവർക്ക് മറ്റുള്ള ജനാധിപത്യ രീതിയിൽ വിദ്യാർത്ഥികളോട് സംവദിക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെ നേരിടാൻ അവരുടെ ആശയങ്ങൾ കൊണ്ട് സാധിക്കില്ല എന്നുള്ള ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെ കീഴ്പ്പെടുത്താനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ആയുധങ്ങൾ ഉപയോഗിച്ച് അവരെ ആക്രമിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോ KSUവിന്റെ ഒരു മുന്നേറ്റം പല ക്യാമ്പസുകളിലും ഒട്ടനവധി, എറണാകുളം ജില്ല എടുത്താൽ എറണാകുളം ജില്ലയിലെ ഒരു പ്രമുഖ ക്യാമ്പസുകൾ അടക്കമുള്ള മഹാരാജാസ് ക്യാമ്പസ് ഒഴിച്ചു നിർത്തിയാൽ ഒട്ടുമിക്ക ക്യാമ്പസുകളും KSU യൂണിയൻ ഭരിക്കുന്ന ക്യാമ്പസുകളാണ്. യൂണിവേഴ്സിറ്റികൾ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അടക്കം, കുസാറ്റ് യൂണിവേഴ്സിറ്റി അടക്കം, കാർഷിക സർവകലാശാലകളിലേക്കും മുഴുവൻ ക്യാമ്പസുകളിലേക്കും വിദ്യാർത്ഥികൾ KSUവിനെ പ്രതിനിധീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെയൊക്കെ അടുത്തേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതൊക്കെ ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന സംഭവങ്ങൾ വിദ്യാർത്ഥികളൊക്കെ ഒരു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ എല്ലാം കാണുന്നതിൻ്റെ ഒക്കെ ഫലമായിട്ട് ഈ ഒരു സത്യം വിദ്യാർത്ഥികൾ തന്നെ സ്വയം മനസ്സിലാക്കുന്നതിന്റെ ഫലമായിട്ട് ക്യാമ്പസുകളിലൊക്കെ KSUവിന്റെ തരംഗം ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ അതിനൊക്കെ മറികടക്കാൻ ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായ അക്രമ സംഭവങ്ങൾ ഒക്കെ ഈ പറയുന്ന കാലങ്ങളായിട്ട് SFI കൈവരിച്ചു പോരുന്ന ഒരു മാർഗം തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. പിന്നെ KSU ഇപ്പൊ വിജയിക്കാൻ തുടങ്ങിയപ്പോൾ, യൂണിയനുകൾ പിടിക്കാൻ തുടങ്ങിയപ്പോൾ, ക്യാമ്പസുകളിൽ പ്രവർത്തനങ്ങൾ വളരെ സജീവമാക്കിയപ്പോൾ SFIക്ക് അവിടെ നിലനിൽക്കാൻ ഒരു തരത്തിലും സാഹചര്യം ഇല്ലാതായ ഒരു സിറ്റുവേഷൻ. പോരാത്തതിന് ഇപ്പോ ഭരണവിരുദ്ധതയൊക്കെ വളരെയധികം പ്രതികൂലമായിട്ട് ഈ പറയുന്ന SFI എന്ന് പറയുന്ന സംഘടനയെ ബാധിക്കുന്നുണ്ട്. SFIയുടെ തനതായിട്ടുള്ള ആ ഒരു പ്രതികൂല ഒരു അവസ്ഥയുമുണ്ട്. അപ്പൊ അതൊക്കെ മുൻനിർത്തി ഒരു ക്യാമ്പസിൽ KSU ജയിക്കുമെന്ന് ഉറപ്പാകുമ്പോൾ അവിടുത്തെ മാനേജ്മെന്റിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ KSU ഒന്നില്ലെങ്കിൽ അവിടുത്തെ എലക്ഷൻ റദ്ദ് ഇല്ലാതാക്കുക, അല്ലെങ്കിൽ KSUക്കാരെ ആക്രമിച്ച് അവിടെ ഏതെങ്കിലും ഒരു രീതിയിൽ അവിടെ പ്രകോപിപ്പിച്ച് ആ എലക്ഷനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് SFIക്കാർ സ്വീകരിക്കുന്ന ആദ്യ ഒരു മാർഗം. എന്നിട്ടും സാധിച്ചില്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ മാനേജ്മെന്റിനൊക്കെ കൂട്ടുപിടിച്ച് നമ്മുടെയൊക്കെ നോമിനേഷൻ തള്ളി, കൃത്യമായ നോമിനേഷനുകൾ പോലും തള്ളി, അങ്ങനെ എലക്ഷനെ അട്ടിമറിച്ച് ഒരു ഏകപക്ഷീയമായിട്ടുള്ള ഒരു വിജയം കൈവരിക്കുക എന്നുള്ളതാണ് SFI സ്വീകരിക്കുന്ന മാർഗം. അത് കാലങ്ങളായിട്ട് SFI കൈവരിച്ചു പോരുന്ന മാർഗം തന്നെയാണ്. അത് അവർ തുടരും, കാരണം അത് അവർക്ക് അങ്ങനെ ഒരു മാർഗമേ നിലവിലുള്ളൂ. ഇപ്പൊ ചേച്ചിയുടെ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു പോസ്റ്റ് ഉണ്ട്. സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിൽ ബാരിക്കേഡിലേക്ക്, പോലീസിന്റെ ഇടയിലൂടെ പോയി ബാരിക്കേഡിലേക്ക് കയറുന്നതാണ്. വളരെ മൃഗ്യമായിട്ട് വനിതാ പോലീസ് മർദ്ദിക്കുന്ന ഒരു വീഡിയോ ഒക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. മറിച്ച് SFI ഗവർണർക്കെതിരെ സമരം ചെയ്യുമ്പോൾ എന്താണ്, മുകളിലേക്ക് കയറാനൊക്കെ പിടിച്ചു കൊടുക്കുന്നു, അങ്ങനെയുള്ള സഹായങ്ങൾ ചെയ്യുന്നു. അപ്പം KS ചെയ്യുന്ന സമരങ്ങളെല്ലാം അടിച്ചമർത്തുകയും SFIക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു പോലീസല്ലേ ഇപ്പം ആഭ്യന്തരം, അങ്ങനെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന ആഭ്യന്തര വകുപ്പ്? 9.5 വർഷമായിട്ട് ഇപ്പൊ നമ്മുടെ CPM ഭരിക്കുന്ന ഭരണകൂടമാണ്. ഭരിക്കുന്ന പാർട്ടി CPM ആണല്ലോ. അപ്പോൾ SFI എന്ന് പറയുന്ന സംഘടന തങ്ങളുടെ പാർട്ടി അധികാരത്തിലിരിക്കുമ്പോൾ ഈ പറയുന്ന സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്നുള്ള ആ പേര് മാറ്റി സൈലന്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ആക്കും, അല്ലെങ്കിൽ സഖാവ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ആക്കും. അതായത് തങ്ങളുടെ സർക്കാർ CPM അധികാരത്തിലിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരക്ഷരം ഇവിടെ നടക്കുന്ന അക്രമത്തിനെതിരെ, അനീതിക്കെതിരെ, വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾക്ക് എതിരെ ഒന്നും ഒരക്ഷരം ഉരിയാടാൻ, ആംഗ്യ ഭാഷയിൽ പോലും പ്രതികരിക്കാൻ SFI തയ്യാറല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് 9.5 വർഷമായിട്ട് ഈ നാട്ടിൽ നടക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി SFI ഒരടി മുമ്പോട്ട് വെച്ചിട്ടില്ല, തെരുവിൽ ഇറങ്ങിയിട്ടില്ല, ശബ്ദമുയർത്തിയിട്ടില്ല. ഈ പ്രതിപക്ഷത്ത് ഇരിക്കുന്ന സമയത്ത് SFI എന്ന് പറയുന്ന സംഘടന സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ആയി മാറി ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും എടുത്ത് സമരരംഗത്തും ഒക്കെ ഇറങ്ങും. പക്ഷെ സ്വന്തം പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ അത് സൈലന്റ് ആകും, മൗനം പാലിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. പക്ഷെ KSU അങ്ങനെയല്ല. KSU എല്ലാ കാലഘട്ടത്തിലും
സ്വന്തം പാർട്ടി അധികാരത്തിൽ ഇരിക്കുമ്പോഴും പ്രതിപക്ഷത്തായാലും ഭരണപക്ഷത്തായാലും ഒരു അനീതി കണ്ടാൽ, വിദ്യാർത്ഥികൾക്ക് ഒരു പ്രശ്നം കണ്ടാൽ അവിടെ സ്വന്തം പാർട്ടിയാണ് ഭരിക്കുന്നത് എന്ന് പോലും നോക്കാതെ ആ ഭരണകൂടത്തിനെ ചോദ്യം ചെയ്യാൻ കെൽപ്പുള്ള ഒരു പ്രസ്ഥാനമാണ്. അത് തെളിയിച്ചിട്ടുള്ള സംഘടനയാണ് കേരള വിദ്യാർത്ഥി യൂണിയൻ എന്ന് പറയുന്നത്. അപ്പോ ഇപ്പൊ ഇന്ന് കാണുന്ന സമരങ്ങളോടുള്ള പോലീസിന്റെ സമീപനത്തിലുള്ള വ്യത്യാസം അത് അത്ഭുതപ്പെടാനൊന്നുമില്ല. KSU നടത്തുന്നത് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള യഥാർത്ഥ സമരമാണ്. ആ സമരത്തിനെ പോലീസ് നേരിടേണ്ട രീതിയിൽ നേരിടുന്നു. അവിടെ അക്രമം ഉണ്ടാകുന്നു, അവിടെ ലാത്തിച്ചാർജ് ഉണ്ടാകുന്നു, സ്വാഭാവികമായിട്ടും പരിക്ക് പറ്റുന്നു. അവിടെ അങ്ങനെയുള്ള സമരം, അത് സമരമാണ്. സമരം അങ്ങനെയാണ്. പിന്നെ SFI സമരം ചെയ്യും. SFI, പോലീസ്, ഗവർണർ, അതൊരു എന്താ പറയാ സഖ്യകക്ഷികളായിട്ട് നിന്നുകൊണ്ട് ഒരു നാടകമാണ്. അതിന് സമരം എന്ന് വിളിക്കുന്ന നമ്മളാണ് ശരിക്കും സത്യം പറഞ്ഞ തെറ്റ്. ഒരു നാടകത്തെ നേരിടേണ്ടത് എങ്ങനെയാണ്? നാടകത്തിന്റെ രൂപത്തിലാണ്. നാടകത്തിലെ അഭിനേതാക്കൾ അഭിനയിക്കുകയാണ്, അല്ലാതെ ജീവിക്കുകയല്ല. അപ്പോ അഭിനയിക്കുന്നവരെ അഭിനയിക്കുന്ന നാടക പോലുള്ള സമരങ്ങളെ നേരിടാൻ പോലീസ് എടുക്കുന്ന മാർഗം അവരെ കൈപിടിച്ച് കയറ്റുന്നു, ബാരിക്കേഡ് ടൈറ്റ് ആക്കാതെ അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. പിന്നെ വേറൊരു മറുവശമുള്ളത്, ഗവർണറെ ഒരു ആയുധമാക്കി എടുത്തുകൊണ്ട് ഇതുവരെ വർഗീയത ഇവിടെ ഉണ്ട്. RSSന്റെയും സംഘപരിവാറിന്റെയും ഒക്കെ പലവിധ വർഗീയ പരാമർശങ്ങളടക്കം ഇവിടെ ഉണ്ട്, കേരളത്തിലുണ്ട്. അതിനോടൊന്നും ഒരു തരത്തിലും ഈ 9 വർഷമായിട്ട് പ്രതികരിക്കാത്ത ഒരു സംഘടനയ്ക്ക് ഭരണപക്ഷം അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടി പ്രതികൂല കാലാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ, ഇപ്പൊ ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല അടക്കം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ്. അവർക്ക് മേലെ ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ അവർക്ക് ഉത്തരമില്ല എന്ന് കാണുമ്പോൾ ആ പ്രതികൂല സാഹചര്യത്തെ മറികടക്കാൻ, അതിനെ അതിജീവിക്കാൻ എടുക്കുന്ന ഒരു അടവ് നയമാണ് SFIയുടെ സമരം. അത് മാത്രമല്ല, SFIക്ക് ഒരു പ്ലാറ്റ്ഫോം തുറന്നു കൊടുക്കുകയാണ്. SFIക്കും DYFI പോലുള്ള യുവജന സംഘടനകളെ ഇറക്കി വിട്ടുകൊണ്ട് അവർ ഗവർണർക്കെതിരെ പ്രതിഷേധിക്കുന്നു. ഗവർണർ ഭാരതാംബ പ്രതിഷ്ഠിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനൊക്കെ നമ്മളും എതിരാണ്. KSU ഒരിക്കലും ആ പ്രവണതയോടൊന്നും കൂട്ടുചേർന്ന് പോകുന്നില്ല. നമ്മളെ ആ ഒരു പ്രവണതയെ, ഈ ഒരു ഭരണഘടനയെ, ഭരണ സംവിധാനത്തെ, ഇന്ത്യ മഹാരാജ്യത്തെ ആക്ഷേപിക്കുന്ന RSSന്റെ അജണ്ടകളോട് എന്നും എതിര് തന്നെയാണ്. പക്ഷെ ഈ ഒരു കാലാവസ്ഥയിൽ ഗവർണർ വരുമ്പോൾ മാത്രം വാലും പൊക്കി ഇറങ്ങുന്ന ഒരു സംഘടനയായിട്ട് SFI മാറുമ്പോൾ അത് ഈ ഭരണകൂടവും പോലീസും കൂടി ചേർന്ന് നടത്തുന്ന ഒരു നാടകമാണ്. ഈ ഭരണപക്ഷത്തെ സംരക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു നാടകം മാത്രമായിട്ട് കണ്ടാൽ മതി. ആ നാടകത്തെ നേരിടാൻ പോലീസിന് അത്രേ ചെയ്യാൻ സാധിക്കുള്ളൂ. സമരങ്ങളെ നേരിടാൻ പോലീസിനറിയാം. അതാണ് KSUവിനോട് കാണിക്കുന്ന ആ ഒരു സമീപനം.